without any further ado, ladies and gentlemen, sir, we welcome you to the stage of Baby Girl, and I know after the massive success of Sarvamaya, this has been, now a movie production chain, but there's a little bit of a gap. എല്ലാവർക്കും നമസ്കാരം. ബേബി ഗേൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. എന്താ പറയുക, ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു. ഈ ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ്. അപ്പോൾ അത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്ക്രിപ്റ്റായിട്ട് സഞ്ജയേട്ടനും മരുണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ്. ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ്. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത് എന്താ പറയുക, പുതിയതായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. അടുത്ത ജനറേഷൻ്റെ കഥയാണ്. അത് സംസാരിക്കപ്പെടേണ്ടതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചു. Thank you. I mean, standing on this world stage and so humbly saying that you're one of the characters. Can we please have a huge round of applause? So, sir, when you first read about the script, did you think it would be so challenging? There was a lot of cities being stopped and blocked. Like, can you take us through that experience? What was unique about this project? ഇത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ്. റിയൽ ആയിട്ടുള്ള പ്രിമൈസസിൽ ഷൂട്ട് ചെയ്തു. അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയലായിട്ട് ഇതിനകത്തുള്ള ട്രെയിൻ സിക്സ് എല്ലാം റിയലായിട്ട് എടുത്തതാണ്. പക്ഷെ ഇതിനു മുമ്പ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു കോസിന് വേണ്ടി കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത്. അത് ബേബി ഗേളായിരുന്നു. അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മക്കളുള്ളതാണല്ലോ. അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പേഴ്സണലി ഭയങ്കര കണക്റ്റായി തോന്നി. പിന്നെ അരുണാണെങ്കിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓവർ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ്. ഇത് ഓഡിയൻസിന് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. Absolutely, sir. All right. So, what about the collaboration? Like you spoke about traffic, right? And nammal okay aa cinema kaanubo thane manasilavum that it's not easy to shoot and stop cities and block cities and use an entire train. So, can you talk about that unique experience where projectly you think so many of you all have to come together, work together for making that dream happen? Was that unique for you to see that, oh my God, like from 6 a.m. to 6 p.m. without eating food, like ഭക്ഷണം വരെ വിട്ടിട്ടാണ് ഈ ടീം ഈ പ്രോജക്റ്റ് ചെയ്ത ആ എക്സ്പീരിയൻസ്? അതാണ് ഈ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു. പ്രൊഡക്ഷന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവരുടെ ടീമും അടിപൊളിയായിരുന്നു. അരുണിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്ന ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബി ഗേൾ. Sir, from a producer's point of view, right, what were the challenges that you faced? Because upon Niveen sir knew that you had to block, like a city, the timing, all of that. So from a producer's point of view, what were the challenges that you faced? നമസ്കാരം. പ്രൊഡക്ഷനെ സംബന്ധിച്ച് സിനിമ ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് പേര് ഉണ്ട്. അപ്പം അവരാണ് അതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കുന്നതും ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല. നമ്മുടെ ഒരു ടീം നമ്മുടെ ഒപ്പം ഉള്ളതാണ് ഈ സിനിമകൾ സംഭവിക്കുമ്പോൾ ഈസിയായി മാറുന്നത്. I want to now call upon Arun Verma, the director of Baby Girl. Can we please have a huge round of applause for him? Good evening, sir. Thank you for joining us. So, it's an incredible feat on its own.
that you have got Niveen Pauly, you've got Liston Stephen, and we have you. So what was your inspiration when you heard this the first time and you thought that you could pull this off, right? With all of the challenges, like what was your inspiration and what led you to do this? നമസ്കാരം. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സഞ്ജോട്ടൻ വന്ന് ഈ കഥ പറയുന്നു. കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ ലിസ്റ്റിൻ എൻ്റെ കൂടെ വരുന്നു. ആ കഥ കേട്ടിട്ട് ഒരു സിംഗിൾ ഹീറോ സബ്ജക്റ്റ് അല്ല എന്നറിഞ്ഞ് വളരെ മാഗ്നാനിസമായി നിവിൻ സർ ഇതിൻ്റെ ഭാഗമാവുന്നു. നിവിൻ സാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ ടാലൻ്റായിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് വളരെ ചെറിയ ചെറിയ പോർഷൻസ് ചെയ്താലും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷനാണ് അവർ വന്ന് നമുക്ക് വേണ്ടി ചെയ്തത്. സോ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇന്നിവിടെ നിൽക്കുമ്പോൾ, ഈ മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഡെയിലി ഷൂട്ടിംഗ് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പല സ്റ്റേജസിൽ ഈ സിനിമ നിൽക്കാനും മുന്നോട്ട് പോകാതിരിക്കാനും ഒരുപാട് ബ്ലോക്സ് ഫേസ് ചെയ്തിട്ടാണ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തിട്ടാണ്. എവറി ഡേ ബേസിസിൽ, ചിലപ്പോൾ എവറി മണിക്കൂർ ബേസിസിൽ നമ്മൾ ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. സോ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, സ്പെസിഫിക്കലി എനിക്ക്. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ ക്യാമറമാൻ ഫൈസ് സിദ്ദിഖ് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് പുള്ളിയുടെ കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമാറ്റിക്കലി ഒരു സാധനം ഷൂട്ട് ചെയ്യരുത് എന്ന് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു റോ ആയിട്ടൊരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വളരെ സിനിമാറ്റിക് ആയിട്ട് അടുത്ത സിനിമ ഐ തിങ്ക് പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഗ്രാൻഡിയറൊക്കെ അതിൽ കാണിക്കും. പക്ഷേ ഒരു റോ എനിഗ്മ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഒരു റോ എനർജി കൊടുത്തത് ഫൈസ് സിദ്ദിഖിൻ്റെ കോൺഫിഡൻസ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ഗുഡ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പേസസിൽ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഫൈസ്. എൻ്റെ എഡിറ്റർ ഷൈജിത്ത് ഈ പടത്തിലൂടെ ഞങ്ങൾ ലോഞ്ച് ചെയ്യാണ് ഷൈജിത്ത് ഒരു പവർ ഹൗസ് ടാലൻ്റ് ആണ്. ഈ സിനിമ കാണുമ്പോൾ എഡിറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് ആൾക്കാർ എടുത്ത് പറയും. ഐ എം ക്വൈറ്റ് ഷുവർ അബൌട്ട് ഷൈജിത്ത്. എൻ്റെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടി നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഷൂട്ട് ചെയ്യുമ്പോഴും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അത് ആ സ്പേസുമായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു സെറ്റപ്പും എല്ലാം വർക്ക് ചെയ്ത് അനീസ് നാടോടി. എൻ്റെ മിക്സിംഗ് എഞ്ചിനീയറായ ഫസൽ ബക്കർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമ മിക്സ് ചെയ്തിരിക്കുന്നത്. ആ ലൈവ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി, റോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു വർക്ക് ഫസൽ സാർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മ്യൂസിക് ഡയറക്ടറായ സാൻസിയസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എൻ്റെ CG ടീമിനെ പറ്റി എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. 3 Dots ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊരു CG ടീം എൻ്റെ കൂടെ വർക്ക് ചെയ്തത് ഐ തിങ്ക് ഔട്ട് ഓഫ് മൈ 20 years ഫിലിം എക്സ്പീരിയൻസ് ഈ ടീമാണ്. ഐ എം വെരി പ്രൗഡ് ടു ഹാവ് വർക്ക് വിത്ത് യു ഗൈസ് വർ അമേസിംഗ്. മൈ ഡിയർ അഖിലില്ലെങ്കിൽ ഈ സിനിമയില്ല, അഖിലിൻ്റെ കുട്ടിയില്ലെങ്കിൽ ബേബി ഗേൾ ഇല്ല. വെറും 4 ദിവസം പ്രായമായ സ്വന്തം കുഞ്ഞിനെ തന്ന സിനിമയ്ക്ക് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്ത ഒരു മനുഷ്യനാണ് അഖിൽ യശോധരൻ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസർ. അതല്ലാതെ എൻ്റെ ഡിയറസ്റ്റ് സംഗീത്, ലിജോ എന്നില്ല, അഭിമന്യു, ആൽഫി പഞ്ഞിക്കാരൻ, കിച്ചു, അസീസ് കാ, രതീഷേട്ടൻ, ശ്രീതേട്ടൻ, ജെയിംസ് ഏട്ടൻ, രഞ്ജിനി, ആൻഡ് ഞാൻ ലോഞ്ച് ചെയ്യുന്ന വളരെ പ്രൗഡായിട്ട് ലോഞ്ച് ചെയ്യുന്ന മൈഥിലി, വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മൈഥിലി. മൃദുൽ, അതും വളരെ ബ്ലെസ്ഡ് ആണ് ഇങ്ങനത്തെ ഒരു പവർ ഹൗസ് ടാലൻറ്റോട്. ആകാശ്, Akshay is also a brilliant actor. I'm bringing them in this film. So I'm really thankful to God that this happened. And above all, Sanju Attan for giving me this brilliant script and making this film happen. Thank you all. Wow. So from what I'm listening and seeing, or a director, I could see the passion and the dream that has made this come together, right? So as a director, what was the challenge in understanding that you have such a huge star cast and a brilliant team, right? How do you make everyone believe in the same story and make everyone come cohesively? And these challenges that you mentioned hour by hour, what was that like? അതിൽ എനിക്കൊന്നും വലിയ സേ ഒന്നുമില്ല. ബിക്കോസ് അവർ ബൈ ബർത്ത് അവർക്ക് ആ ടാലൻ്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഐ എം ആക്ച്വലി, ഞാൻ പറയും, വളരെ ഹംബിൾഡ് ആയിട്ട് പറയാണ്. അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയ ഭാഗമായിട്ട് കാണുന്നു. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് മച്ച്, ഐ ജസ്റ്റ് കോർഡിനേറ്റഡ്. വാട്ട് ദേ ഹാവ് ഡൺ ഇസ് ട്രെമൻഡസ്. Very, very humble director. Can we please have a huge round of applause for the director of Baby Girl? And all right. Oh, we have everyone a huge round of applause.
ഇത് ചെറിയൊരു ഫീറ്റ് അല്ല. ടു ഗിവ് എ 4-day-old baby. What was, I would like to ask all of you all, Niveen sir, ഈ കൊച്ചിന് ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ 4 ദിവസം ഉണ്ടായല്ലോ. What was, has this happened before to you that you've acted with a 4-day-old baby, and what was that experience like? അല്ല, ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം 4 ദിവസമുള്ള ഒരു കുട്ടീനെ, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, പല പല അതും ഹെൽത്തിയായി വരണമല്ലോ, ഇമ്മ്യൂണിറ്റിക്ക് വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ എ സിയിൽ എടുത്തുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, എ സിയിൽ തിരിച്ചു വരുന്നു. അതൊരു 3-4 മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഇതറിയാം. 4 ദിവസമായിട്ടുള്ളൊരു കുട്ടിയല്ലേ, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് അഖിലിനും വൈഫിനും എല്ലാ നന്ദിയും പറയുന്നു. When you held the 4-day-old Rudraksh, ആ സമയത്ത് did you get reminded of your own when you were a father for the first time? അല്ല, ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ടാവില്ല, അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കുമല്ലോ. അപ്പം ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും. പക്ഷെ അതൊരു ഡിസിഷനാണല്ലോ, ഒരു പാരൻസിൻ്റെ ഡിസിഷനാണ്. ഈ കഥ പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വന്നു, ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു. That's it. Can we please have a huge round of applause for our baby star? This is not a normal story, and absolutely, I think the mother requires a huge round of applause. All right, as a director, I wanted to ask you, how was your experience working with a baby who's only 4 days old? ഒന്നും പറയാൻ പറ്റില്ല, ആ ബേബിനോട് എങ്ങനെയാ ഫ്രണ്ട്സ് മനസ്സിലാക്കുക, ഇനി ഇങ്ങനെ ചെയ്യണം. വെരി കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു പ്രശ്നമില്ലാതെ ഞാൻ ലൈഫിൽ വർക്ക് ചെയ്ത ഏറ്റവും കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൻഡ് വൺ ടേക്ക് ഓക്കെ തരുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു രുദ്രാക്ഷ്, അല്ലേ? He was a dream artist to work with. All right. Now I next call on stage Sangeet Pratap. A talented Sangeet Pratap. Can we hear a bigger round of applause? Good evening, Sangeet. Thank you for joining us tonight. So, the same thing. You heard of Baby Girl, the story the first time. You heard about the cast, who you're going to be acting with, who's going to be your entire team. What was your first thoughts? എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണ് ഉറപ്പ് കൊടുക്കാറുള്ളത് ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇത് ആസ് എൻ ആക്ടർ എനിക്ക് ഓൺ ദ ഗോയിൽ പ്രോസസ്സിൻ്റെ സമയത്തൊക്കെ വളരെയധികം സന്തോഷം തന്നിട്ടുള്ള, വളരെ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ ടീമും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആദ്യം മുതലേ. Okay, can you tell me in like just short 2-3 sentences, what was your biggest learning experience? ബിഗ്ഗസ്റ്റ് ലേണിംഗ് കുഞ്ഞിനെടുക്കുന്നതായിരുന്നു. Yes, can we talk about that, because I know that, what was that like, what you scared, your first emotions? ആക്ച്വലി ഇതുപോലെ ഞാനും നിവിൻ ചേട്ടൻ പറഞ്ഞ പോലെയാണ്, കുഞ്ഞുങ്ങളെയൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനും ലിജോയും ഒരുപാട് കുട്ടിയായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുറേ ദിവസങ്ങൾ. So you're ready to be a father now? You're ready to be a father? No. Okay, so apart from the biggest challenge of course looking after the baby, what about your learning experience as an actor working with this team? I heard you had to work, a city was stopped for this, from 6 AM to 6 PM, Ashram without. So what is that unique experience? ആക്ച്വലി ഒരുപാട് സ്ട്രഗിൾസ് ഓൺ ദ ഗോയിൽ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ റോഡിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും ഷൂട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ പെർഫോം ചെയ്യണം, ഡ്രൈവ് ചെയ്യണം, റോഡ് നോക്കണം, അങ്ങനെ ഒരുപാട് പ്രഷറുകളുണ്ടായിരുന്നു. പക്ഷേ ഹാപ്പി ആയിട്ട് ചെയ്തു പോയി, ഭയങ്കര ഹാപ്പിയാണ്. All right, thank you so much. Okay, Kochi, are you witnessing what I'm witnessing? Can we have a huge round of applause? The fact that they've gotten this kind of a cast together to make a dream project. So I'm going to start from here. Oru rendu vaakku, what was your experience like? എല്ലാവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ
അരുൺ സാറിൻ്റെ കൂടെ ഒരു മൂവി, മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ഒരു വർക്ക്. ആൻഡ് ഞാൻ വളരെ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അരുൺ സാറിനോട് ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ്. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഇതിലൊരു ചെറിയ പാട്ടാണ് ഞാൻ ചെയ്തത്, ബട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അതാണ് എനിക്ക് പറയാനുള്ളത്. Sir, I'm coming to you. Can you please ഒരു 2 വാക്ക് about your experience of talking in this movie? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പടം ഈ അടുത്ത ദിവസം തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്തൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു ശ്രീതേട്ടൻ പറയും. നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. അരുൺ നേരത്തെ പറഞ്ഞു ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു. അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെറിയ വേഷം കൊണ്ട് ചെയ്യാൻ സാധിച്ച എനിക്ക് ഒരു വലിയ വേഷം തന്നാൽ എത്ര വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് അരുണിനോട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. പിന്നെ മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ ഭാഗ്യമാണ്. സഞ്ജയ് ബോബി സ്ക്രിപ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ആസ് ആൻ ആക്ടർ എൻ്റെ ഒരു അഭിലാഷമാണ്. പറ്റി. അതുപോലെ തന്നെ നിവിൻ്റെ കൂടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു സിനിമയിൽ, ഞങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും ഒരു സിനിമയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആൻഡ് ദാറ്റ് ടു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർവം മായ. അതെല്ലാം മായ. എന്തായാലും സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. കാരണം ഇത് ഒരു ദിവസത്തെ കഥയായതുകൊണ്ട് സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിവിൻ്റെ 2ാമത്തെ പടത്തിലാണ് അഭിനയിക്കുന്നത്. ഫസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു ദൈവാനുഗ്രഹം കൊണ്ട് അത് ഹിറ്റായി. അപ്പം ഇതും ഹിറ്റാവും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ അളിയൻ്റെ സമയമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വേറെ ഒന്നും പറയില്ല. നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. I also call upon Mridul and Smita. We're going to have a few words from this star cast now. What was your experience like working with the legends, and what was your experience? This is my first film, so I'm extremely nervous and overwhelmed being here. പക്ഷേ അരുൺ സാറിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആൻഡ് ബോത്ത് ഓഫ് ദം, ദേ ആർ ദ ബെസ്റ്റ് മെൻറ്റേഴ്സ് എനിബഡി ക്യാൻ ഗെറ്റ്. ഈ ഹോൾ എക്സ്പീരിയൻസ് തന്നെ ഐ എം ജസ്റ്റ് സോ ഹാപ്പി. ഐ കാൺട്ട് ബിലീവ് ദിസ് ഇസ് ഹാപ്പനിങ്. ഐ ജസ്റ്റ് ഹോപ്പ് എവറിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ. ആൻഡ് എല്ലാവരും പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എൻ്റെ പേര് പാർവതി. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയ ഒരു പടമാണ്. ഇതിൽ ചെറുതാണെങ്കിലും ഒരു നല്ല വേഷം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് മാജിക് ഫ്രെയിംസിൻ്റെ അടുത്ത പടവും എനിക്ക് കിട്ടിയത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നമ്മൾ ഒരുപാട്, ഈ സിനിമയിലെ ഏത് സിനിമയിലും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് സ്ക്രീനിലേക്ക് വരുന്നത്. സോ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ഓപ്പൺ മൈൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നിവിൻ സാറ് കഥ കേട്ടിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ സിംഗിൾ ഹീറോ അല്ലാത്ത ഒരു സബ്ജക്റ്റ് പുള്ളി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞ കാരണം, ഈ ലൈക്ക് ദിസ് ഫിലിം ബിക്കോസ് ഹീസ് എ ഫാദർ. പുള്ളി ഒരു അച്ഛനാണ്. അപ്പോൾ പുള്ളി he feels that this film is a story, അത് എല്ലാവരും സ്റ്റോറി ദാറ്റ് നീഡ്സ് ടു ബി സെഡ്. സോ നമ്മളുടെ എഫേർട്ട് ഇട്ടുണ്ട് ആസ് എ ടീം, ആസ് എ ക്രൂ. സോ എല്ലാവരും വരണം, കാണണം. I call upon the director and his entire team, all of you back on stage. We are going to have a cake cutting to commemorate this special moment. Naveen sir, Liston sir, all of you back on stage, all the cast, actors, all of you come on stage. എല്ലാവരും ആ ട്രെയിലർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ please share, please come with your families. It's a very special movie. All right, and I have a little cake. Baby of baby girl. Congratulations! A big round of applause.
All right, the little baby. Some special moments being captured here, Kochi. This was no small feat. That baby was 4 days old. So I think it's okay if he cries today. Thank you, Kochi, for joining us. Thank you to the team. A big round of applause for baby girl.